ഞാൻ സജീഷിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഹരീഷ് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ മാധ്യമപ്രവർത്തക ഷാഹിനയുടെ ഒരു FB പോസ്റ്റ് വായിക്കുകയുണ്ടായി. ഷാഹിന എഴുതിയത് ഇങ്ങനെയാണ്: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആക്ട് സെക്ഷൻ 7-ൽ 1 മുതൽ 10 വരെയുള്ള ക്ലോസുകൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കി. ചാൻസലറുടെ അധികാരങ്ങൾ വിശദീകരിക്കുന്ന ഭാഗം ഇല്ല, കണ്ടില്ല. വീണ്ടും നോക്കി, കണ്ടില്ല. കല്യാണത്തിന് പോയിട്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്, കല്യാണത്തിന് പോയിട്ട് വന്ന ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. കല്യാണത്തിന് പോയിട്ട് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിച്ച് അലമ്പുണ്ടാക്കാൻ ചാൻസലർക്ക് അധികാരം നൽകുന്ന ഒരു ക്ലോസും ആ യൂണിവേഴ്സിറ്റി ആക്റ്റിൽ കാണാനായില്ല എന്നാണ് എഴുതുന്നത്. ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് പുറത്തുനിന്നുള്ളവർ കടന്നു കയറിയാൽ പിള്ളേർ ചെറുക്കും. അത് നമ്മുടെ ക്യാമ്പസിൻ്റെ ഒരു പൊതു സവിശേഷത തന്നെയാണ്. ഏത് ക്യാമ്പസിലേക്കും ആവശ്യമില്ലാത്തവർ പുറത്തുനിന്ന് കടന്നു കയറിയാൽ അതിനെ ചെറുക്കും, എതിർക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. ഷാഹിന എഴുതുന്നു. ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാരൊക്കെ എവിടെ പോയി? യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് വലിയ ആദ്യമുള്ളൊരു സംവിധാനവും ഗ്രൂപ്പുമാണല്ലോ അത്. എവിടെ പോയി? ഒരാളെയും കാണാൻ ഇല്ലല്ലോ. SFIക്ക് അഭിവാദ്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഹരീഷ് സംസാരിച്ചതിൻ്റെ തുടർച്ചയിൽ സാന്ദർഭികമായി ഷാഹിന പറഞ്ഞതുകൂടി ഈ ചർച്ചയുടെ മുൻപാകെ വെക്കുകയാണ്. ഇവിടെ സജീഷ്, വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ, ചാൻസലർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് നല്ല ധാരണയും ബോധ്യവുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഹരീഷ് പറഞ്ഞതുപോലെ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും വിധം ചില പണികൾ അദ്ദേഹത്തിലെ ഭൂതകാലത്തിലെ ഒരു രാഷ്ട്രീയ നേതാവുണ്ടല്ലോ, പല പാർട്ടികളിലൂടെ കടന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഒടുവിൽ BJPക്കൊപ്പം ചേർന്നിപ്പോൾ ഗവർണറായി, നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ ഗവർണറായി വന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ കളികളറിയാവുന്ന, നീക്കങ്ങളറിയാവുന്ന, തന്ത്രമറിയാവുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന നീക്കങ്ങൾ കുറേ ആളുകളെയെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അത്തരമൊരു അപകടത്തെയും അത്തരമൊരു പ്രശ്നത്തെയും ഹരീഷ് സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഗവർണർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ കുതന്ത്രങ്ങളുമൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. അദ്ദേഹം കരുതിയത് അദ്ദേഹം ഇപ്പോൾ മിഠായിത്തെരുവിലേക്ക് വന്ന് അവിടെ നിന്ന് ഹൽവ കഴിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ, കോഴിക്കോട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചു എന്ന് കരുതാൻ മാത്രം പമ്പര വിഡ്ഢിയാണ് അദ്ദേഹം എന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയാണ്. കോഴിക്കോടിന് അങ്ങനെ മധുരത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. മിഠായിത്തെരുവിലേക്ക് വരുന്നവർക്ക് മധുരം കൊടുക്കുന്ന പാരമ്പര്യമുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് നടന്നുപോയി കുറച്ച് അപ്പുറത്തേക്ക് എത്തിയാൽ ഭ്രാന്തുള്ള ആളുകളെ ചികിത്സിക്കുന്ന കുതിരവട്ടവും അപ്പുറത്തുണ്ട്. ഇവിടെ ആരെയും മനോനില തെറ്റിയ ആളുകളെ കോഴിക്കോടുകാരോ അല്ലെങ്കിൽ മലയാളികളോ ആക്രമിക്കാറില്ല, അവരെ കൈകാര്യം ചെയ്യാറില്ല. സ്നേഹപൂർവ്വം തന്നെ ഹൽവയെല്ലാം കൊടുത്ത് അപ്പുറത്തുള്ള കുതിരവട്ടത്ത് എത്തിക്കാറാണ് സാധാരണ പതിവ്. ആ നിലയിൽ അദ്ദേഹത്തോടും പരിഗണന കാട്ടി എന്നത് വലിയ സംഭവമായി അദ്ദേഹം കാണിക്കുകയാണ്. പിന്നെ അദ്ദേഹം ജീവിച്ച് വളർന്ന നാടുണ്ടല്ലോ, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള നാട്. കോഴിക്കോട് മിഠായിത്തെരുവിലൂടെ അദ്ദേഹം ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്നു പോയല്ലോ. അതുപോലെ സ്വന്തം നാട്ടിൽ പോയി നടന്നു പോകാൻ അദ്ദേഹത്തിന് പറ്റുമോ? അതിനുള്ള സാഹചര്യം അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടോ? ഈ പോലീസും സംവിധാനങ്ങളും ഒന്നുമില്ലാതെ അദ്ദേഹം എന്താണ് കാട്ടിയത്? തൻ്റെ ധിക്കാരത്തിൻ്റെ ഭാഗമായി എനിക്കൊരു പോലീസ് സംവിധാനവും വേണ്ട, എങ്ങോട്ടാണ് പോകുന്നതെന്ന് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഉദ്യോഗസ്ഥരോട് പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം സ്വതന്ത്രമായി ഇറങ്ങി ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിലാണ് നേരത്തെ ശരത്ത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ തിക്കിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി കഴിയാതെ ഒരു മനുഷ്യൻ, അശോക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയി. ആ മരണത്തിന് അദ്ദേഹം ഉത്തരവാദിയല്ലേ? അദ്ദേഹം ഏത് നിലയിലാണ് പ്രവർത്തിച്ചത് എന്ന് കോഴിക്കോടുകാരെല്ലാം നല്ല നിലയിൽ കണ്ടിട്ടുണ്ടല്ലോ, കേരളമാകെ നല്ല നിലയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആകെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി സംഘപരിവാരത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ഒരു യോഗ്യതയുമില്ലാത്ത ആളുകളെ അദ്ദേഹം തിരുക്കി കയറ്റിയിരിക്കുന്നത്. അദ്ദേഹം പറയേണ്ട മറുപടി, അദ്ദേഹത്തിന് ഇപ്പോൾ കോടതിയിൽ നിന്നുൾപ്പെടെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിനെ മറച്ചു വെക്കാൻ കൂടിയാണ് ഈ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ 4 സെനറ്റ് നിയമനത്തെ ഇപ്പോൾ കോടതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൽ എങ്ങനെയാണ് അദ്ദേഹം നിയമനം നടത്തിയിരിക്കുന്നത്? ഹ്യൂമാനിറ്റീസ് റാങ്കുള്ള വിദ്യാർത്ഥിയെ, അരുണിമ അശോകിനെ മാറ്റി നിർത്തിക്കൊണ്ട് പരീക്ഷ പോലും എഴുതി പൂർത്തിയാകാത്ത ഒരാളെ നോമിനേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സയൻസിൽ റാങ്കുള്ള ഒരു വിദ്യാർത്ഥിനിയെ മാറ്റി നിർത്തിക്കൊണ്ട് പകരം മറ്റൊരു ABVP-കാരനെ കയറ്റിവിടുകയാണ്. സ്പോർട്സിലും ആർട്സിലും ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ ആളുകളെ, സർവകലാശാല നോമിനേറ്റ് ചെയ്ത ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് യോഗ്യതയില്ലാത്ത ആളുകളെ നിയമിക്കുകയാണ്. ഇതാണല്ലോ ചെയ്തത്. കാലിക്കറ്റ് സർവകലാശാലയിലേക്കുള്ള 18 സെനറ്റ് മെമ്പർമാരുടെ നിയമനത്തിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. മാത്രവുമല്ല, അതിനകത്ത് ചില കോൺഗ്രസ്സുകാരും ചില ലീഗുകാരുമെല്ലാം വന്നിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസും ലീഗും UDF-ഉമാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള
ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രവർത്തനം നടത്തിയത് എന്ന് സംശയിക്കുന്ന രീതിയിൽ കൂടി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ സർവകലാശാലകളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. ആ പോരാട്ടങ്ങളുടെ ചരിത്രം പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള ചരിത്രമാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും വരണ്യവൽക്കരിക്കാനും നടത്തിയ ശ്രമങ്ങളെയെല്ലാം ശക്തിയുക്തം ചെറുത്തു തോൽപ്പിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയത്. ആ പോരാട്ടം നടത്തുമ്പോൾ, സമരം നടത്തുമ്പോൾ, ആ സമരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന RSSന് വേണ്ടി എച്ചിലുകൾ ഭക്ഷിക്കുകയും വാലാട്ടുകയും ചെയ്യുന്ന വ്യക്തി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളീയ പൊതുസമൂഹം കാണുന്നുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിന് കഴിയില്ല. അത് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഗിമ്മിക്ക് കാട്ടിയത് കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനും കഴിയില്ല. നഗരത്തിൽ ഇറങ്ങി നടക്കുക, അതുപോലെ തന്നെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക, സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുക, ഇതെല്ലാമാണ് ഒരു ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഓർമ്മിക്കേണ്ടതുണ്ട്. അദ്ദേഹം ചാൻസലർ എന്നുള്ള നിലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സർവകലാശാല നിയമങ്ങൾക്കനുസൃതമായും സർവകലാശാലയിലെ മെറിറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതിന് മറുപടി പറയണം. ഗവർണർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയോട് അദ്ദേഹം പുലർത്തേണ്ട മാന്യതയും ഇന്ത്യൻ ഭരണഘടനയോട് സ്വീകരിക്കേണ്ട സമീപനങ്ങളുമുണ്ട്. അത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇത് രണ്ടിനും തയ്യാറാകാതെയാണ് സജീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ രണ്ട് മേഖലയിലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ഈ രണ്ട് ശരി സജീഷ്, ഞാൻ വരാം, അടുത്ത റൗണ്ടിൽ താങ്കളിലേക്ക് വരാം. ഈ രണ്ട് ഉത്തരവാദിത്തങ്ങളും കൈയാളുന്ന വ്യക്തി എന്ന നിലയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആ രണ്ട് ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിലെ അപകടകരമായ പ്രശ്നങ്ങൾ, പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നത്. അത് കൂടുതൽ വെളിവാകും വിധത്തിൽ അദ്ദേഹം തന്നെ പലതരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം.